അതെ, നിങ്ങളെയും കൊണ്ട് ഇന്നൊരു പുതിയ സ്ഥലത്തേക്ക് പോകണം എന്നുള്ള ഒരു മൈൻഡ് സെറ്റിലാണ് രാത്രി കിടന്നുറങ്ങിയത്. പക്ഷെ രാവിലെ നല്ല മഴയുടെ സൗണ്ടും കേട്ടാണ് ഞാൻ എണീക്കുന്നത്. മഴയെന്ന് പറഞ്ഞാൽ നല്ല ഗംഭീര മഴ. അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇതേ കണ്ടോ, അത് രാവിലെ തന്നെ അവരൊരു മുന്നറിയിപ്പും കൂടാതെ വന്ന് തകർത്ത് പെയ്യാണ് കേട്ടോ. അപ്പം ഞാൻ ഇന്ന് എന്തായാലും എൻ്റെ റൂമും വീടും പരിസരമൊക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഇതാണ് ഫുൾ ഫർണിഷ്ഡ് ആയിട്ടുള്ള എൻ്റെ കുഞ്ഞു ബെഡ്റൂം കേട്ടോ. ഈ ഒരു ഷെൽഫിനകത്താണ് എൻ്റെ വിൻ്ററിലേക്കുള്ള സാധനങ്ങളൊക്കെ ഞാൻ സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുള്ളത് കേട്ടോ. -ഡിഗ്രി ജാക്കറ്റ്സും ഹുഡീസും തെർമൽ ഷൂസും കാര്യങ്ങളൊക്കെ ഇതിനകത്തുണ്ട്. യൂറോപ്പിലേക്ക് വരുന്ന ആൾക്കാർ നിർബന്ധമായിട്ടും കൊണ്ടുവരേണ്ട സാധനമാണിത്. കാരണം ഇവിടെ മുടി ഡ്രസ്സപ്പ് ചെയ്യണമെങ്കിൽ മിനിമം നമ്മുടെ നാട്ടിലെ 2000 രൂപയെങ്കിലും കൊടുക്കണം. ഇവിടെ വേറൊരു ബെഡ്റൂമും കൂടി ഉണ്ട്. ഇതൊരു കുഞ്ഞു ഹാളാണ്, വേണമെങ്കിൽ ഡൈനിങ് ഹാളെന്നും പറയാം കേട്ടോ. എൻ്റെ ബാൽക്കണിയിൽ കുറച്ച് കാര്യങ്ങളുണ്ടേ, ഞാൻ കാണിച്ചു തരാം. വീക്കെൻഡുകളിൽ എൻ്റെ ചെറിയ നേരം പോക്കാണ് ഈ കാണുന്ന പൂക്കളൊക്കെ. ഞാൻ റോഡ് സൈഡിൽ നിന്നൊക്കെ പറിച്ചുകൊണ്ടെന്ന് ഇവിടെ നട്ടതാണ് കേട്ടോ. ഇത് നോക്കി എന്തോരം കുഞ്ഞു കുഞ്ഞു ഭംഗിയുള്ള പൂക്കളാന്ന് നോക്കിയാൽ. ഇത് ഈ കാണുന്ന ചെടികൾ എന്താണെന്ന് മനസ്സിലായോ? ഇത് മൊത്തം തക്കാളിയാണ്. ഞാൻ വിത്തിട്ട് മുളപ്പിച്ചേക്കുവാണ്. കാരണം ഇവിടെ ബീട്രൂട്ടും ഉണ്ടേ. തക്കാളിക്ക് ഭയങ്കര പൈസയാണ് ഇവിടെ. അപ്പോൾ നമുക്കിവിടെ തന്നെ കൃഷി ചെയ്യാമെന്ന് വിചാരിച്ചു. തക്കാളി ആവാന്നറിയില്ല, എന്നാലും നോക്കാം. ഈ സാധനം എല്ലാ ഹാളിലും ബെഡ്റൂമിലും ഉണ്ടാവും. ഇത് റൂം ഹീറ്ററാണ്. ഇത് ഓണാക്കാണ്ട് നമുക്ക് വിൻ്റർ ടൈമിൽ ഉറങ്ങാൻ പറ്റില്ല കേട്ടോ. മഴ അപ്പോഴും തകർത്ത് പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ താമസിക്കുന്ന എൻ്റെ ബിൽഡിങ്ങും എൻ്റെ ചുറ്റിലും കാണുന്ന ഈ ബിൽഡിങ്സുകളും എല്ലാം ഒരേ പാറ്റേൺ ആണ്. ഇതിനൊരു കഥയും ഉണ്ട്, ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അതിന് മുമ്പ് ഞാൻ എൻ്റെ കിച്ചണും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. ഇവിടെ ഒരു ബെഡ്റൂമും കൂടി ഉണ്ട്. ഈ കാണുന്ന 2 വാഷ്റൂമാണ്. ഇതാണ് എൻ്റെ കുഞ്ഞ് യുദ്ധക്കളം. ചിക്കനും പച്ചക്കറികളും ഒക്കെ ആയിട്ട് വാൾപ്പേറ്റ് നടത്തുന്ന കുഞ്ഞടുക്കളയാണ് ഈ കാണുന്നത്. ബിൽഡിങ്സിന് എന്തോ പ്രത്യേകത ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നോ? നിങ്ങൾ ഓൾഡ് റഷ്യ എന്ന് കേട്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ സോവിയറ്റ് യൂണിയൻ എന്ന് എന്തായാലും നമ്മൾ ഹിസ്റ്ററിയിൽ പഠിച്ചിട്ടുണ്ടല്ലേ. ആ സോവിയറ്റ് യൂണിയൻ ഭരണകാലത്താണ് ഈ കാണുന്ന ബിൽഡിങ്ങുകൾ മൊത്തം പണിതിട്ടുള്ളത് കേട്ടോ. ആൾമോസ്റ്റ് 33 വർഷം പഴക്കമുണ്ടത്രേ ഞാൻ താമസിക്കുന്ന ഈ ബിൽഡിങ്ങിന്. ഇതിൻ്റെ ഫ്ലോർ മൊത്തം ഇന്നും വുഡൺ ആണ് കേട്ടോ. അതിഗംഭീരമയോടൊപ്പം ഒരു കിടലൻ കടപ്പത്തിലൊരു കട്ടൻ ചായം കൂടി ആവാം. കഥകൾ പറഞ്ഞ് സമയം പോയതറിഞ്ഞില്ല. മഴ തോർന്നു. അപ്പോൾ നേരത്തെ ഒരു പുതിയ സ്ഥലത്തേക്ക് പോണ കാര്യം പറഞ്ഞില്ലേ, നമുക്ക് എന്തായാലും ഇപ്പോൾ പോവാം കേട്ടോ. അതിൻ്റെ വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.